ഈ ലോക കേരള സഭയ്ക്ക് യൂസഫ് അലി വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാനൊരു ഉദാഹരണം പറയാം. അവരൊക്കെ കേരളത്തിൽ വ്യവസായം തുടങ്ങുന്നുണ്ട്, ഞാനില്ലെന്നൊന്നും പറയുന്നില്ല. യൂസഫ് അലിയും രവിപിള്ളയും ധാരാളം വ്യവസായികൾ കേരളത്തിൽ വ്യവസായം തുടങ്ങുന്നുണ്ട്, പ്രവാസ ലോകത്തുള്ള വ്യവസായികൾ. അതൊന്നും ഈ ലോക കേരള സഭയുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടൊന്നുമല്ല. അവർ ആദ്യകാലം മുതലേ തന്നെ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നുണ്ട്, മലയാളികളെ സഹായിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഇതൊന്നും അല്ലാതെ ഇപ്പോൾ നിലവിൽ പേരുള്ള കുറച്ച് വ്യവസായികൾ കേരളത്തിൽ എന്തെങ്കിലും ചെയ്യുന്നത് ഒഴിച്ചാൽ കഴിഞ്ഞ 4 വർഷമായി നടന്ന ലോക കേരള സഭയുടെ എന്താണ് അതിൻ്റെ ഒരു ഔട്ട്കമായിട്ട് വന്നിരിക്കുന്നത്? സർക്കാർ അത് വ്യക്തമായിട്ടും വെളിപ്പെടുത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. 3-4 കോടി രൂപയാണ് ചെലവഴിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു ലോക കേരള സഭ ഇത്രയും ഒരു ആവേശത്തിൽ സർക്കാർ നടത്തുന്നത്? നമുക്ക് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് മുതലുള്ള ചരിത്രം അറിയാം. ജിം ഏറ്റവും വലിയൊരു, അന്നാണ് പ്രധാനമന്ത്രിയായിരുന്ന അതിന്റെ ഉദ്ഘാടനത്തിനാണ് ശ്രീ അടൽ ബിഹാരി വാജ്പേയി വരവേൽപ്പ് സിനിമയെക്കുറിച്ചെല്ലാം പറഞ്ഞത്. ആ കാലം മുതലുള്ള കേരളത്തിന്റെ അനുഭവം നോക്കിയാൽ ഓരോ കൊല്ലവും നിക്ഷേപം കുറഞ്ഞു വരികയാണ്. ഓരോ കൊല്ലവും സംരംഭകർ ഇവിടുന്ന് ഓടുകയാണ്. കേരള ഗവൺമെന്റ് വിദേശത്ത് നിന്ന് ജീവിക്കുന്ന മലയാളികളുടെ, പ്രവാസി ഇന്ത്യക്കാരുടെ നിക്ഷേപം ആകർഷിക്കുന്നതിൽ, അവർക്ക് പ്രോത്സാഹനം നൽകുന്നതിൽ, ഇവിടെ ഏകജാലകം പോലുള്ള വലിയ പല കൺകെട്ട് വിദ്യകളും പറഞ്ഞവരാണ്. ഒരാൾക്ക് പോലും ഒന്നിനും കാത്തിരിക്കേണ്ടി വരില്ല. പക്ഷേ ഇവിടെ വ്യവസായം തുടങ്ങിയവരിൽ പലരും ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. 2-3 ആത്മഹത്യകൾ കേരളത്തിൽ വലിയ ചർച്ചയായിട്ടുള്ള ആത്മഹത്യകളാണ്. പ്രവാസി മലയാളികളുടെ വ്യവസായം തുടങ്ങിയിട്ട് സംരംഭം ആരംഭിച്ചതിന് ശേഷം സർക്കാരിൻ്റെയും പാർട്ടിയുടെയും പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് കേരളത്തിൽ വലിയ ശേഷിയുണ്ടായിരുന്ന ഒരു പ്രമുഖനായിട്ടുള്ള വ്യവസായി, ഇപ്പോൾ അദ്ദേഹം രാഷ്ട്രീയത്തിലുണ്ട്. കേരളത്തിലെ എല്ലാ ബിസിനസ് സംരംഭങ്ങളും ആരംഭിച്ച അദ്ദേഹം ആന്ധ്രയിലേക്കും തെലങ്കാനയിലേക്കും പോയിരിക്കും. അപ്പൊ എന്തിനാണ് ഈ ലോക കേരള സഭ എന്നുള്ള ചോദ്യം ഈ സന്ദർഭത്തിൽ വളരെ പ്രസക്തമാണ്. ഇപ്പോ സർക്കാരിന്റെ ഏത് നടപടികൾ എടുത്താലും കേരളം ഒരു സ്വതന്ത്ര രാജ്യമാണ് എന്ന് സ്ഥാപിക്കാനുള്ള നീക്കമാണ് പിണറായി വിജയൻ നടത്തുന്നത്. പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം എടുത്തു കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, കേരളം ഒരു സ്വതന്ത്ര രാജ്യമാണ്. അല്ലാതെ കുവൈത്തിൽ പോയിട്ട് എന്തെങ്കിലും സഹായം മലയാളികൾക്ക് ചെയ്യാൻ എന്നുള്ള ധാരണയിലല്ല ശ്രീമതി വീണ ജോർജിനെ കുവൈത്തിലേക്ക് അയക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചത്. കേരളം ഒരു സ്വതന്ത്ര രാജ്യമാണ്. വിദേശ രാജ്യങ്ങളുമായിട്ട് ഞങ്ങൾക്ക് നേരിട്ട് ബന്ധങ്ങളുണ്ട്. ഞാനിത് വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുന്നതല്ല. നമ്മുടെ രാജ്യത്തിന്റെ നയതന്ത്ര ബന്ധങ്ങളും ഇന്ത്യൻ യൂണിയൻ അതിന്റെ വിദേശകാര്യ മന്ത്രാലയവും മുന്നോട്ട് വച്ചിട്ടുള്ള പല മാർഗനിർദ്ദേശങ്ങളും ലംഘിച്ചുകൊണ്ട് ഇതുപോലെ പല നടപടികൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇതാദ്യത്തെ സംഭവമല്ല. UAE കോൺസുലേറ്റുമായിട്ടും GCC രാജ്യങ്ങളിലെ മറ്റ് പല വിദേശ കോൺസുലേറ്റുമായിട്ടും കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെ കേരള സർക്കാർ നേരിട്ട്, ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റും ചെയ്തിട്ടില്ല, നേരിട്ട് ബന്ധപ്പെട്ട ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. UAE കോൺസുലേറ്റിൽ നേരെ മന്ത്രിമാർ കയറി ഇറങ്ങുന്നു, നേരെ സ്പീക്കർ കയറി ഇറങ്ങുന്നു. UAE കോൺസുലേറ്റുമായിട്ട് കേരള സർക്കാരിന്റെ പ്രതിനിധികൾ, മന്ത്രിമാര്, സ്പീക്കർമാരൊക്കെ നേരിട്ട് ബന്ധം സ്ഥാപിക്കുന്നു. ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും ഇത് നടപ്പില്ല. വിദേശ രാജ്യങ്ങളിലെ കോൺസുലേറ്റുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാനുള്ള അവകാശം സംസ്ഥാന ഗവൺമെന്റുകൾക്കില്ല. അതിനാണ് വിദേശകാര്യ മന്ത്രാലയം ഉള്ളത്. പക്ഷെ സംസ്ഥാന സർക്കാർ ഞങ്ങൾ ഒരു വേറെ രാജ്യമാണ്, ഇന്ത്യൻ യൂണിയന്റെ ഭാഗമല്ല, കേരളം ഒരു സ്വതന്ത്ര രാജ്യമാണ് എന്നുള്ള ഒരു നിലപാടാണ് കേരള ഗവൺമെന്റ് എടുക്കുന്നത്. റെഡ് ക്രസന്റ് എന്ന ആ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടേക്ക് വായ്പ എടുക്കാൻ നമ്മുടെ രാജ്യത്തെ അടിസ്ഥാനപരമായിട്ടുള്ള നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട്, നയതന്ത്ര ബന്ധങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് നേരിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇവിടേക്ക് വായ്പ എടുക്കാൻ പോകുന്നു. റെഡ് ക്രസന്റുമായി ചേർന്ന് ഇവിടെ സംരംഭങ്ങൾ ആരംഭിക്കാൻ ശ്രമിക്കുന്നു. എത്രയെത്ര ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും.
പ്രളയകാലത്ത് നേരിട്ട് പോയിട്ട് പണപ്പിരിവ് നടത്തുന്നു. നേരിട്ട് ഞങ്ങൾ കേരളം, ഇത് വേറൊരു സ്റ്റേറ്റാണ്, ഞങ്ങളൊരു സ്വതന്ത്ര രാജ്യമാണ്. നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളും വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെടുന്നത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വഴിയാണ്. അതിനാവശ്യമായിട്ടുള്ള ചട്ടക്കൂടുകളും നിയമങ്ങളും ഉണ്ട്. വിദേശ രാജ്യങ്ങളിലെ കോൺസുലേറ്റ്, ഇവിടെ പ്രവർത്തിക്കുന്ന കോൺസുലേറ്റുമായിട്ടും എംബസിയുമായിട്ടുമൊക്കെ ബന്ധപ്പെടുന്നതിന് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഞങ്ങൾക്കിതൊന്നും ബാധകമല്ല. ഞങ്ങൾ കട്ടിംഗ് സൗത്താണ്, അല്ലെങ്കിൽ ഞങ്ങൾ വേറൊരു സ്റ്റേറ്റാണ്, ഇന്ത്യൻ യൂണിയന്റെ ഭാഗമല്ല എന്നാണ് പലപ്പോഴും കേരളം എടുക്കുന്ന ഒരു സമീപനം. എന്നിട്ട് അതിന് നടക്കാതെ വരുമ്പോൾ കേന്ദ്രം കേരളത്തെ അപമാനിക്കുന്നു. ഒരു ചെറിയ സംഭവമല്ല ഇത്. കാരണം മുഖ്യമന്ത്രി അതിനെ മറ്റൊരു തലത്തിലേക്ക്, കേന്ദ്രം കേരളത്തെ എന്തോ അപമാനിക്കുന്നു എന്നുള്ളൊരു തലത്തിലേക്ക് വളരെ ബോധപൂർവമായിട്ടുള്ളൊരു പ്രചരണമാണ്.